KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വരും തലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിതരാക്കുക എന്ന ലക്ഷ്യം പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ഇൻക്ലൂസീവ് കലോത്സവം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. നാഷണൽ ഹൈവേ 17 വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കം. സങ്കുചിതമായ ദളിത് വിരുദ്ധ ബോധം ഉപേക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. മാടത്തുംപാറ നിവാസികളുടെ സമരം തുടരുന്നു. വിദ്യാർത്ഥികളുടെ ഓരോ ദിവസത്തെയും യാത്ര ജീവൻ പണയം വെച്ച് ഫുട് ഓവർ നിർമ്മാണം ആവശ്യം ശക്തമാകുന്നു. എന്നുവരും മെഡിക്കൽ കോളേജ് പരമ്പര തുടരുന്നു. ജന്മദേശം പത്രത്തിന്റെ 33ാം വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം 4-ന് സമ്മാനിക്കും. വാർത്തകൾ വിശദമായി. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് മാഫിയക്കെതിരെ പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. വിദ്യാലയ പരിസരങ്ങളിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന കർശനമായി തടയാൻ പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണം ശക്തമാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. NSS, NCC, സ്കൗട്ട്, സ്റ്റുഡന്റ് പോലീസ്, ലഹരി വിരുദ്ധ ക്യാമ്പുകൾ എന്നിവയുടെ സഹായത്തോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരങ്ങൾ ലഹരി വിമുക്തമാക്കണം. മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ച് പരാതിപ്പെടാൻ പൊതുജനങ്ങൾ മടിച്ചു നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും പരാതി ലഭിച്ചയുടൻ നടപടിയെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. സ്കൂളുകളിലും കോളേജുകളിലും പ്രധാനമായി ഇതിനെ നമ്മൾ ഒരു വിവരം തരാനുള്ള ആളുകൾ എന്ന രീതിയിൽ കൂടി നമ്മൾ അവരെ താഴെ പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്തിലും ഗ്രാമസഭകളിൽ കേവലം കുറച്ചിൽ മാത്രമല്ല നമ്മുടെ വാർഡ് അടിസ്ഥാനത്തിൽ ഇതിനു വേണ്ടിയുള്ള ഒരു വലിയ ക്യാമ്പയിൻ കുടുംബശ്രീ സംവിധാനത്തിൽ അയൽക്കൂട്ടത്തിലേക്ക് വരെ എത്തിച്ച്. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഞാൻ പറഞ്ഞ പോലീസും എക്സൈസും ഇതിൽ ചെയ്യാൻ കഴിയുന്നത് അത്തരം കേന്ദ്രങ്ങളിൽ നാടുകളിൽ നിന്ന് പഞ്ചായത്തുകളിൽ നിന്ന് പ്രദേശങ്ങളിൽ റിപ്പോർട്ട് കിട്ടിയാൽ ആ റിപ്പോർട്ടിനെ മുഖവിലക്കെടുത്ത് നമ്മൾ അവിടെ വേണ്ടുന്ന റൈഡ് നടത്താനും ആവശ്യമായ വിദ്യാലയ പരിസരങ്ങളിൽ രാത്രികാലങ്ങളിൽ മയക്കുമരുന്ന് മാഫിയകളുടെ അഴിഞ്ഞാട്ടം തടയണമെന്ന് NA നെല്ലിക്കുന്ന് MLA അഭിപ്രായപ്പെട്ടു. ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ മയക്കുമരുന്ന് മാഫിയകളുടെ പ്രവർത്തനം നിരീക്ഷിക്കും. ഈ മാസം 20-നകം തദ്ദേശ സ്വയംഭരണ തലത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ പ്രാദേശിക തലത്തിൽ വിപുലപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ 2 വിദ്യാലയങ്ങൾ വീതം തിരഞ്ഞെടുത്ത് ലഹരി വിമുക്ത ബോധവൽക്കരണ പ്രവർത്തനം നടത്തുന്നതിനും തീരുമാനമായി. യോഗത്തിൽ NA നെല്ലിക്കുന്ന് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, വൈസ് പ്രസിഡന്റ് ശാന്തമ്മ ഫിലിപ്പ്, കളക്ടർ K ജീവൻ ബാബു, ADM K അംബുജാക്ഷൻ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ NS സുരേഷ്, മാത്യു കുര്യൻ, DYSP P തമ്പാൻ തുടങ്ങിയവർ പങ്കെടുത്തു. എംപവർ CWSNന്റെ ആഭിമുഖ്യത്തിൽ ഇൻക്ലൂസീവ് കലോത്സവം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. ഇപ്പോൾ നല്ല ആരോഗ്യദൃഢരായ ശരീരത്തിൽ എല്ലാ നല്ല അവയവങ്ങളുള്ള ആളുകളേക്കാൾ ഏറ്റവും കഴിവും പ്രാഗൽഭ്യവും പലതരത്തിൽ പല വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള ആളുകളാണ് നിങ്ങളെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. പലതരത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നുണ്ട്. ആ കഴിവുകൾ നിങ്ങൾക്ക് പ്രകടിപ്പിക്കുവാനുള്ള ഒരവസരം ആണ് സമൂഹം നിങ്ങൾക്ക് നൽകേണ്ടത്. നാഷണൽ ഹൈവേ 17 ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു. കേരള ഹൈക്കോടതി മജിസ്ട്രേറ്റ് ഹാരിഷ് വാസുദേവൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയുടെ വികസനം സർക്കാർ ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുകയാണ്. നമുക്കറിയാം, സമരക്കാരുള്ളത് കൊണ്ട്, സ്ഥലം ഏറ്റെടുക്കാത്തത് കൊണ്ടാണ് ദേശീയപാതക്ക് വീതി കൂട്ടാത്തത് എന്നാണ് സർക്കാർ കഴിഞ്ഞ 10-15 കൊല്ലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പച്ച നുണയാണ് എന്ന് കാസർഗോഡ് ജില്ലയിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലാവും. ഇതിനെത്രയോ വർഷങ്ങൾക്ക് മുന്നേ, 3 പതിറ്റാണ്ട് മുന്നേ, 10-30 കൊല്ലമായി കാസർഗോഡ് ജില്ലയിൽ ജനിച്ചു വളർന്ന എല്ലാവർക്കും അറിയാം, ഇവിടെ ദേശീയപാതയുടെ 2 വശത്തുമായിട്ട് ഇഷ്ടം പോലെ സ്ഥലം ഇപ്പോൾ തന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നാഷണൽ ഹൈവേ 30 മീറ്ററായി ചുരുക്കുക, ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ഉൾപ്പെടുന്ന സ്ഥലം ഒഴിപ്പിക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർണാടക കേരള അതിർത്തിയായ തലപ്പാടിൽ നിന്നും വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കം കുറിച്ചത്. ജാഥ 4-ന് കാലിക്കടവിൽ സമാപിക്കും. അഹമ്മദ് റൈസിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഹരീഷ് വാസുദേവൻ ജാഥ ക്യാപ്റ്റൻ ഷാഫി ഹാജിക്ക് പതാക കൈമാറിയതോടെ പതാക ജാഥയ്ക്ക് തുടക്കം കുറിച്ചു.
സങ്കുചിതമായ ദളിത് വിരുദ്ധ ബോധം ഉപേക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. മാടത്തുംപാറ കോളനി നിവാസികൾ നടത്തുന്ന സമരം തുടരുന്നു. മറ്റ് സംഘടിത സമുദായങ്ങളോ ജനവിഭാഗങ്ങളോ ആയിരുന്നുവെങ്കിൽ പൊന്നും വിലയും മറ്റും നഷ്ടപരിഹാരവും കൊടുക്കാൻ അധികൃതർ തയ്യാറായേനെ. ദലിത് കോളനി യൂണിവേഴ്സിറ്റിയുടെ ഹൃദയഭാഗത്തു നിന്നും മാറേണ്ട ആവശ്യവും യൂണിവേഴ്സിറ്റിക്കുള്ളതാണ്. അതുകൂടി കണക്കിലെടുത്തുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ ദേശീയ മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് ബാധ്യതയുള്ളതാണ്. ഇതുപോലുള്ള ഒരു പൊതു ആവശ്യത്തിന് സംവിധാനമൊരുക്കി കൊടുക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനും ബാധ്യതയുള്ളതാണ്. ഇത് മാനവ വിഭവശേഷി വകുപ്പിന് കീഴിലൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ ദളിതരെ ഒരു എതിരാളിയായി നിർത്തി ഇതുപോലൊരു സാംസ്കാരിക സ്ഥാപനമൊന്നും വിദ്യാഭ്യാസ ഒരിക്കലും നടത്താൻ പറ്റില്ല. സ്വാഭാവികമായും തൊഴിൽ നൽകുക എന്നത് ഇതുപോലൊരു പുനരധിവാസത്തിൻ്റെ ഭാഗമായി അവിടെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുണ്ട്, SLC പാസ്സായവരുണ്ട്, +2 പാസ്സായവരുണ്ട്, എല്ലാ കുടുംബങ്ങളിലും വിദ്യാഭ്യാസമുണ്ട്. 16 കുടുംബങ്ങളുടെ പ്രശ്നമാണ് ഉന്നയിക്കുന്നത്. അത് നൽകുന്നതിന് യാതൊരു തടസ്സവും അവിടെ ഇല്ല. ഇതിലേറ്റവും അധാർമികമായൊരു പ്രശ്നം 280ഓളം തൊഴിലുകൾ താൽക്കാലിക നിയമനങ്ങളിലൂടെയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന എനിക്കറിയാം. ഇതൊരു ഔട്ട്സോഴ്സിങ് ഏജൻസിക്ക് കൊടുക്കുന്നു. അതുവഴി ഔട്ട്സോഴ്സിങ് ഏജൻസിയും വർഷാവർഷം കരാർ പുതുക്കി കൊടുക്കുമ്പം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഉദ്യോഗസ്ഥർക്കും കിട്ടുന്ന ലക്ഷങ്ങളുടെ ലാഭവിഹിതമാണ് ഇതിൽ പ്രശ്നം. ചില പ്രത്യേക പാർട്ടികൾ അതിൻ്റെ പിന്നിലുണ്ടെന്ന് പറയുന്നു. ഞങ്ങൾ അതിനകത്ത് രാഷ്ട്രീയവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. M. ഗീതാനന്ദൻ, K. രാജേഷ്, K. സുധാകരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം റെയിൽവേ ഫുട് ഓവർ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഓരോ ദിവസത്തെയും യാത്ര ജീവൻ പണയം വച്ച്. കാഞ്ഞങ്ങാട് സൗത്ത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് തീരദേശ മേഖലയിൽ നിന്നും കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന മാതാപിതാക്കളുടെ നെഞ്ചിൽ തീയാണ്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്തും തിരികെ വരുന്ന സമയത്തും ട്രെയിനുകൾ കൂകിപ്പായുമ്പോൾ മാതാപിതാക്കളുടെ നെഞ്ചിടിപ്പൊന്നു കൂടും. സ്കൂൾ പ്രവർത്തിച്ചു തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ തീരമേഖലയായ ആവി, കുശാൽ നഗർ, കല്ലൂരാവി, മുറിയനാവി, പുഞ്ചാവി, ഓസ്തൃക കടപ്പുറം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ യാത്ര ജീവൻ പണയം വെച്ചാണ്. റെയിൽപാതയ്ക്ക് സമീപം വരെ സൈക്കിളിൽ എത്തുന്ന വിദ്യാർത്ഥികൾ പാതയ്ക്കപ്പുറം സൈക്കിൾ നിർത്തിയിട്ട് സ്കൂളിൽ പോകേണ്ട സ്ഥിതിയാണ്. ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന നിരന്തരമായ ആവശ്യത്തോട് റെയിൽവേ അധികൃതർ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നമ്മൾക്ക് ഒരു സമാധാനമില്ല. പിഞ്ചു കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ ഒരു സമാധാനമില്ല. ഒരു രക്ഷിതാവെന്ന നിലക്ക് എനിക്കും കുട്ടികളുണ്ട്. നമുക്ക് അയക്കാൻ വളരെയധികം ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് ഇതിലെ അയക്കാൻ. നിങ്ങളെല്ലാം ഏത് ചെയർമാനായാലും മറ്റേ MP ആയാലും നമ്മൾക്കറിയാം, ഇത് രാഷ്ട്രീയ പ്രവർത്തകർ എന്തായാലും നമുക്കിത് ചെയ്തു തരണം. കനത്ത മഴയിൽ പാത മുറിച്ചു കടക്കുമ്പോൾ ട്രെയിൻ വരുന്ന ശബ്ദം പോലും കേൾക്കില്ല. ചില ദിവസങ്ങളിൽ കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും റെയിൽ കടക്കുന്നതുവരെ പോകും. എല്ലാ ദിവസവും കുട്ടികൾക്കൊപ്പം വരികയെന്നത് പ്രായോഗികമല്ലെന്നും രക്ഷിതാക്കൾ പറയുന്നു. കുട്ടികളെ സമാധാനത്തോടെ സ്കൂളിലേക്ക് അയക്കാൻ ഇവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി P. കരുണാകരൻ MPക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ജന്മദേശം പത്രത്തിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് മാതൃഭൂമി റിപ്പോർട്ടർ EV ജയകൃഷ്ണനും റിപ്പോർട്ടർ ചാനൽ കോഴിക്കോട് റീജിയണൽ ചീഫ് KV ബൈജുവും അവാർഡിന് അർഹരായി. അവാർഡ് ദാനം ഞായറാഴ്ച നടക്കും. ജന്മദേശം പത്രം 33ാം വർഷത്തിൽ ഏർപ്പെടുത്തിയ മാധ്യമപ്രവർത്തകർക്കുള്ള പുരസ്കാരത്തിന് റിപ്പോർട്ടർ ചാനലിന്റെ കോഴിക്കോട് റീജിയണൽ ചീഫ് KV ബൈജു അർഹനായി. ദൃശ്യമാധ്യമ രംഗത്തെ സേവനത്തിനാണ് KV ബൈജു അവാർഡിന് അർഹനായത്. 16 വർഷക്കാലമായി സൂര്യ TV ചാനലിൽ റിപ്പോർട്ടറായ KV ബൈജു സൂര്യ TVയുടെ കാസർഗോഡ് കർണാടക ലേഖകനായും പ്രവർത്തിച്ചു. നിലവിൽ റിപ്പോർട്ടർ ചാനലിന്റെ കോഴിക്കോട് റീജിയണൽ ചീഫായി പ്രവർത്തിക്കുന്നു. അച്ചടി മാധ്യമ പ്രവർത്തകനുള്ള പുരസ്കാരത്തിന് മാതൃഭൂമി സ്റ്റാഫ് റിപ്പോർട്ടർ EV ജയകൃഷ്ണൻ അർഹനായി. 11 വർഷം മുമ്പ് മാതൃഭൂമി റിപ്പോർട്ടറായ ഇദ്ദേഹത്തിന് കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ തോട്ടോൻ കോമൻ മണിയാണി സ്മാരക പുരസ്കാരവും കാഞ്ഞങ്ങാട് സാരഥി പുരസ്കാര സമിതിയുടെ വാർത്താ സാരഥി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 33ാം വാർഷികാഘോഷവും പുരസ്കാര വിതരണവും ഡിസംബർ 4 ഉച്ചയ്ക്ക് 2:30 കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടക്കും. മന്ത്രി E. ചന്ദ്രശേഖരൻ പുരസ്കാര വിതരണം ചെയ്യും. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, നഗരസഭാ ചെയർമാൻ VV രമേശൻ, സ്നേക് മാസ്റ്റർ വാവ സുരേഷ് തുടങ്ങിയവർ സംബന്ധിക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ജന്മദേശം പത്രാധിപർ മാനുവൽ കുറിച്ചിത്താനം, അവാർഡ് നിർണയ സമിതി ചെയർമാൻ ഡോക്ടർ AM ശ്രീധരൻ എന്നിവർ സംബന്ധിച്ചു. എന്നുവരും മെഡിക്കൽ കോളേജ്.
MLA-യുടെ നിസ്സംഗതയെല്ലാം മെഡിക്കൽ കോളേജ് തറക്കല്ലിൽ ഒതുങ്ങാൻ കാരണമെന്ന് NA നെല്ലിക്കുന്ന് MLA. ഇന്ന് ജില്ലയിലെ സംസാര വിഷയമാണ് മെഡിക്കൽ കോളേജ് എന്ന് വരും എന്നത്. സംസ്ഥാനത്തെ മറ്റെല്ലാ ജില്ലയിലെയും മെഡിക്കൽ കോളേജുകൾക്ക് നബാർഡിന്റെ സഹായം ലഭിച്ചിരുന്നു. എന്നാൽ കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ നബാർഡിന്റെ സഹായങ്ങൾ വൈകി. ഇതാണ് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്ന് NA നെല്ലിക്കുന്ന് MLA. നബാർഡിന്റെ സഹായം നമുക്ക് കിട്ടുമെന്നാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിച്ചത്. പല മെഡിക്കൽ കോളേജുകൾക്ക് നബാർഡിൻ്റെ സഹായം കിട്ടിയപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം വന്നപ്പോൾ നബാർഡ് ആ സഹായം തന്നെ ഒരു വേള നിർത്തി. അതുകൊണ്ടാണ് ഈ പ്രവർത്തനം തുടങ്ങാൻ വൈകിയത്. ഇപ്പോൾ കാസർഗോഡ് പാക്കേജിൽ നിന്ന് നമുക്ക് അനുവദിച്ച് കിട്ടിയ 25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ പണിയാണ്. ഇനി നമുക്ക് ഹോസ്പിറ്റൽ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങണം. അതിനിപ്പോൾ 68 കോടി രൂപ നബാർഡിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ റീടെൻഡർ നടപടിയൊക്കെ പൂർത്തിയായാലും 68 കോടി രൂപ നബാർഡിൽ നിന്ന് കിട്ടി 68 കോടി രൂപ ചെലവഴിച്ച് നമുക്ക് ആസ്പത്രി ബ്ലോക്കിൻ്റെ പണി തുടങ്ങാൻ സാധിക്കും. കാസർഗോഡ് പാക്കേജിൽ നിന്നും 25 കോടി രൂപ അനുവദിച്ചു കിട്ടിയതിൽ നിന്നാണ് ഇന്ന് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റൽ കെട്ടിടത്തിനായി 68 കോടി നബാർഡിൽ നിന്നും ലഭിച്ചു. അംഗപരിമിതരുടെ സംഘടനയായ ഓൾ കേരള വീൽചെയർ റൈറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് മാർച്ചും നിവേദന സമർപ്പണവും നടന്നു. എടനീർ സ്വാമിജി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളുടെ സഹായത്തോടെയാണ് അംഗപരിമിതരായ ഒരു പറ്റം ജനങ്ങൾ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി കളക്ടർക്ക് നിവേദനം നൽകിയത്. അംഗപരിമിതരും നേരിടുന്ന പ്രശ്നങ്ങളും മറ്റും ചൂണ്ടിക്കാണിച്ചാണ് നിവേദനം നൽകിയത്. NA നെല്ലിക്കുന്ന് MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. എല്ലാ സാമൂഹിക സാംസ്കാരിക സംഘടനകളും അതാത് പാർട്ടികൾ നടത്തുന്ന ജാഥകളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും തുടങ്ങുവാൻ അതിൻ്റെ ഉദ്ഘാടനം നടത്തുവാൻ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ജില്ലയാണ്. ആ ഒരു ഭാഗ്യം നമുക്കുണ്ട്. മറ്റ് കുറേ നിർഭാഗ്യങ്ങൾ നമുക്കുണ്ട് എങ്കിലും ഈ ഒരു നിർഭാഗ്യം നമുക്കുണ്ട്, ഈ ഒരു ഭാഗ്യം നമുക്കുണ്ട് എന്ന് ഞാൻ പറയാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാനിത് സൂചിപ്പിക്കുവാൻ കാരണം നമുക്ക് സമരങ്ങളും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളും ഒന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ അനുഭവമല്ല. ബെന്നി കല്ലാലപ്പാറക്കൽ, സന്തോഷ് മാളിയേക്കൽ, നിർമ്മൽ കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സഹകരണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സഹകാർ ഭാരതിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണയിൽ നിരവധി പേർ പങ്കെടുത്തു. നമുക്കറിയാം, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ 60% വരുന്ന 86% വരുന്ന 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ 8-ാം തീയതി രാത്രിയോടുകൂടി പിൻവലിച്ചു എന്നുള്ള ഒരു ഐതിഹാസികമായ പ്രഖ്യാപനം നടത്തുകയുണ്ടായി. ആ പ്രഖ്യാപനം നടത്തിയതുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് ഈ നാട്ടിലെ കള്ളപ്പണത്തെ നിയന്ത്രിക്കുന്നതിനും കരിച്ചന്തക്കാരെ നിയന്ത്രിക്കുന്നതിനും കുഴൽപ്പണം നിയന്ത്രിക്കുന്നതിനും കോഴപ്പണം നിയന്ത്രിക്കുന്നതിനും വേണ്ടി ഒരു കടുത്ത നടപടി എടുക്കുകയാണ്. സാമ്രാജ്യത്വത്തെ ജനകീയ മുന്നേറ്റത്തിലൂടെ പ്രതിരോധിച്ച വിപ്ലവ സൂര്യൻ ഫിഡൽ കാസ്ട്രോ ഐതിഹാസിക വ്യക്തിത്വത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ചെറുവത്തൂരിൽ അനുസ്മരണം സംഘടിപ്പിച്ചത് NGO യൂണിയൻ ജില്ലാ കലാവേദി. 5 പതിറ്റാണ്ടിനിടെ 11 അമേരിക്കൻ ഭരണകൂടങ്ങളെ വെല്ലുവിളിച്ച് നൂറുകണക്കിന് വധശ്രമങ്ങളെ അതിജീവിച്ച പ്രധാനമന്ത്രിയും പ്രസിഡന്റായും രാജ്യം ഭരിച്ച ഫിദൽ കാസ്ട്രോ റൂസ് എന്ന വിപ്ലവ സൂര്യന്റെ അന്ത്യം നവംബർ 27 ക്യൂബയുടെ തലസ്ഥാനമായ ഹവാനയിൽ വെച്ചായിരുന്നു. NGO യൂണിയൻ ജില്ലാ കലാവേദിയാണ് ചെറുവത്തൂരിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം VPP മുസ്തഫ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നമ്മളാണ് പേടിച്ചുകൊണ്ടേയിരുന്നത്, ഇപ്പോഴേ മരിക്കരുത്. അത് നമ്മുടെ ഒരു ആഗ്രഹവും നമ്മുടെ ഒരു പ്രതീക്ഷയുമായിരുന്നു. 90 ആയെന്ന് നമുക്കറിയാം, അദ്ദേഹം വിശ്രമത്തിലാണ് എന്നും നമുക്കറിയാം. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു, നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു ഇപ്പോഴേ മരിക്കരുത്. കാരണം ഇന്നത്തെ ഒരു സാർവദേശീയ സാഹചര്യത്തിൽ ലോകത്തിലെ പുരോഗമനകാരികൾക്ക്, വിപ്ലവകാരികൾക്ക് അങ്ങനെ ഒരു സാന്നിധ്യം ഒരു പ്രചോദനമായിരിക്കും. പുരോഗമനകാരികളായി വിപ്ലവകാരികളായി നിലനിൽക്കാൻ നമുക്കുള്ള പ്രതീക്ഷ അവസാനത്തേതോ മറ്റോ ആണ് എന്നുള്ള തോന്നലിലാണ് നമുക്ക് അത്തരത്തിൽ
ഇവിടെ ഇപ്പോഴേ മരിച്ചു പോകരുത് എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നിട്ടുണ്ട്. ദരിദ്രജനതയുടെ പ്രതീക്ഷയും എതിരാളികളുടെ കണ്ണിലെ ക്രൂരനായ സ്വേച്ഛാധിപതിയുമായിരുന്നു ഫിദൽ കാസ്ട്രോ റൂസ്. മുതലാളിത്തത്തിന്റെ ബന്ധനത്തിനിടയിലും സാധാരണക്കാർക്ക് പ്രത്യാശ നൽകിയിരുന്നുവെന്ന് ഉദ്ഘാടകൻ അനുസ്മരിച്ചു. TP ഉഷ അധ്യക്ഷയായിരുന്നു. വി ചന്ദ്രൻ സ്വാഗതവും കെ ഭാനുപ്രകാശ് നന്ദിയും പറഞ്ഞു. കർഷകർക്ക് ശത്രുക്കളായി വെള്ളീച്ചകളും, കൃഷിഭൂമിയിൽ തെങ്ങുകൾക്കും വാഴകൾക്കും വ്യാപന നാശം, രോഗബാധ കൂടുതൽ തീരപ്രദേശങ്ങളിൽ, ഉടൻ പരിഹാരമില്ലെങ്കിൽ പച്ചപ്പ് നഷ്ടപ്പെടുമെന്ന് മുന്നറിയിപ്പ്. നീലേശ്വരമടക്കമുള്ള തീരപ്രദേശങ്ങളിലാണ് വെള്ളീച്ചയുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. തെങ്ങോലയിലാണ് ഈ കീടബാധ ആദ്യം പ്രത്യക്ഷപ്പെട്ടിരുന്നത്. തുടർന്ന് വെള്ളീച്ചയുടെ അക്രമം വാഴകളിലേക്കും വ്യാപിക്കുകയായിരുന്നു. ഇലകൾ കറുപ്പ് നിറമാവുകയും പിന്നീട് അവ ഉണങ്ങി നശിക്കുകയും ചെയ്യുന്നതാണ് രോഗം. പച്ചക്കറികളിലും കീടബാധ ഉണ്ടാകാറുണ്ടെങ്കിലും തെങ്ങുകളെയും വാഴകളെയും ബാധിക്കുന്ന തരത്തിൽ പ്രകടമാകാറില്ല. കാറ്റിന്റെ ശക്തിക്കനുസരിച്ചാണ് വെള്ളീച്ചയുടെ ആക്രമണം പടർന്നു കയറുന്നതെന്ന് കർഷകർ പറയുന്നു. ഇപ്പോൾ പുതുതായിട്ടൊരു തെങ്ങിന് വാഴക്ക് ഇങ്ങനെയുള്ളൊരു അസുഖം വന്നിരിക്കുന്നത്. അതായത് ഒരു വെളുത്ത ഈച്ച. അത് ഈ ഒരു മാസത്തിൽ മേലെയായി. അത് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അധികമൊന്നും പിടിയിട്ടില്ല. ഇപ്പോൾ ഒരു ഈച്ച ഇങ്ങനെ കാണുന്നുണ്ട്. അത് ഇതിൻ്റെ നീരൊക്കെ കുടിച്ചെടുക്കുന്ന ഈ തെങ്ങിൻ്റെ ഓലയിൽ അത് ഇങ്ങനെ ഈർക്കിൽ മാത്രം ആകുന്നു, എല്ലാം ഉണങ്ങിപ്പോകുന്നുണ്ട്. വാഴയും അതുപോലെ തന്നെ. വാഴയിൽ ഈ ഇല എല്ലാം കറുത്ത് എന്തോ ഒരു കെമിക്കലില്ല മാതിരിയായി തോന്നുന്നു. പക്ഷേ അത് ഈ ഈച്ച ഇങ്ങനെ അതിൻ്റെ നീരൊക്കെ വലിച്ചു പിടിച്ച് അതങ്ങനെ ഉണങ്ങുന്നു. കടലിനും കായലിനും പുഴയ്ക്കും സമീപമുള്ള പ്രദേശങ്ങളിലാണ് വെള്ളീച്ചയുടെ വ്യാപകമായ ക്രമം അനുഭവപ്പെടുന്നത്. കടൽക്കാറ്റും കായൽക്കാറ്റും രോഗം പടരാൻ കാരണമാകുന്നുണ്ട്. കൃഷിനാശം സംഭവിക്കുന്ന പ്രദേശങ്ങളിലെ കർഷകർ കീടബാധയ്ക്കെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. കൃഷി വകുപ്പിൻ്റെ എന്തെങ്കിലും ഇതിലേക്കുണ്ടെങ്കിൽ ഇത് ആകെ ഈ ഇവിടുത്തെ കൃഷി മുഴുവൻ തെങ്ങും വാഴയെല്ലാം നശിക്കുന്നില്ല ഒരു ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. കീടനാശിനി തളിക്കൽ പ്രായോഗികമല്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മരുന്നുതളി കുടിനീരിൽ പതിക്കാനിടയാകുന്നത് കൂടുതൽ ദോഷം ചെയ്യുമെന്നും അവർ ഭയപ്പെടുന്നു. കീടബാധ ഉടനെ തടയാൻ കഴിയില്ലെങ്കിൽ തെങ്ങുകളിലും വാഴകളിലും പച്ചപ്പ് കാണാൻ കിട്ടാത്ത സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും കർഷകർ മുന്നറിയിപ്പ് തരുന്നു. ജനകീയ വികസന മാതൃകകൾക്ക് രൂപം. പിലിക്കോട് പഞ്ചായത്തിൽ ശില്പശാല. സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത നവകേരള മിഷന്റെ ഭാഗമായിരുന്നു ശില്പശാല. നവകേരള മിഷന്റെ ഭാഗമായി പാർപ്പിട സുരക്ഷ, കാർഷിക വികസനം, ആതുര സേവനം, സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം, പരിസ്ഥിതി ശുചിത്വം എന്നീ മേഖലകളിൽ ജനകീയ വികസന മാതൃകകൾക്ക് രൂപം നൽകുക എന്ന ലക്ഷ്യവുമായാണ് ശില്പശാല നടന്നത്. പടുവളം SGSY ബ്ലോക്ക് ഹാളിൽ നടന്ന നവകേരള മിഷൻ ശില്പശാലയിൽ പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. T ഗംഗാധരൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. 3000 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആയിരിക്കും കണക്കൂട്ടി നോക്കണം. നിങ്ങൾ 50 ഒരു വീട്ടിലെ മേൽപ്പുരയുടെ മേലെ പെയ്യുന്ന മഴവെള്ളത്തിന്റെ കണക്ക് വളരെ വലിയ ഒരളവാണ്. ഇത് നമുക്ക് ചെയ്യണം. മണ്ണിനകത്തേക്ക് പറഞ്ഞേക്കണം. കാരണം മണ്ണാണ് ജലത്തെ സൂക്ഷിക്കാൻ പറ്റിയ നല്ല ടാങ്ക്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K നാരായണൻ മാസ്റ്റർ, A കൃഷ്ണൻ, E കുഞ്ഞിരാമൻ, TV കൃഷ്ണൻ, PV ഗോവിന്ദൻ, P രാഘവൻ, രവീന്ദ്രൻ മാണിയാട്ട്, MT സുലൈമാൻ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിൽ ആവിഷ്കരിക്കേണ്ട പദ്ധതികൾക്ക് ശില്പശാലയിൽ മാർഗരേഖയാക്കി. പഞ്ചായത്ത് സെക്രട്ടറി TT സുരേന്ദ്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് P ശൈലജ നന്ദിയും പറഞ്ഞു. മാർക്സിസ്റ്റ് നരവേട്ടയ്ക്കെതിരെ നീലേശ്വരത്ത് ജനകീയ പ്രതിരോധം. മുനിസിപ്പൽ തല കൺവെൻഷൻ RSS നേതാവ് KB പ്രജിൽ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരിയും പാനൂരും കൂത്തൂറും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ റവന്യൂ തലശ്ശേരി താലൂക്കിൽ ഈ പ്രസ്ഥാനം മെല്ലെ മെല്ലെ പിച്ചവെച്ച് വരുമ്പോഴാണ്, എന്തിനേറെ പറയുന്നു, 15 ശാഖയിൽ താഴെ മാത്രം സംഘപ്രവർത്തനമുള്ള കാലഘട്ടമായിരുന്നു 1969. ഞങ്ങൾ അവിടെ യാതൊരു ശക്തിയുമായിരുന്നില്ല. വളരെ ശൈശവമായ ദിശയായിരുന്നു സംഘത്തെ സംബന്ധിച്ചിടത്തോളം. ആ കാലഘട്ടത്തിലാണ് ഇന്ന് തലശ്ശേരി ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന വാടിക്കൽ പ്രദേശം അവിടുത്തെ പിന്നോക്കക്കാരനായ ഒരു തയ്യൽ തൊഴിലാളിയെ അദ്ദേഹത്തിന്റെ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയത് ഇന്ന് കേരളം ഭരിക്കുന്ന ഇരട്ടച്ചങ്കുള്ള എന്ന് CPM-മാർ വിശേഷിപ്പിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരുന്നുവെന്ന് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. താലിബാന്റെ ഇന്ത്യൻ പതിപ്പാണ് CPM എന്നും ഇവർ നടത്തിയ കൊലപാതകങ്ങൾ ഇതിനു തെളിവാണെന്നും RSS വിഭാഗ കാര്യകാരി സദസ്യൻ KB പ്രജിൻ ആരോപിച്ചു. മാർക്സിസ്റ്റ് നരവേട്ടയ്ക്കെതിരെ ജനകീയ പ്രതിരോധമെന്ന പ്രഖ്യാപനവുമായി
നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷനിലാണ് മുനിസിപ്പൽ തല കൺവെൻഷൻ നടന്നത്. BJP തൃക്കരിപ്പൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി വെങ്ങാട്ട് കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. RSS കണ്ണൂർ ജില്ലാ പ്രചാർ പ്രമുഖ് അഡ്വക്കേറ്റ് ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. BMS നീലേശ്വരം മേഖലാ സെക്രട്ടറി KP രാഘവൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി P കൃഷ്ണകുമാർ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരും തലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിതരാക്കുക എന്ന ലക്ഷ്യം പ്രാദേശിക തലത്തിൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. ഇൻക്ലൂസീവ് കലോത്സവം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. നാഷണൽ ഹൈവേ 17 വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കം. സങ്കുചിതമായ ദളിത് വിരുദ്ധ ബോധം ഉപേക്ഷിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. മാടത്തുംപാറ നിവാസികളുടെ സമരം തുടരുന്നു. വിദ്യാർത്ഥികളുടെ ഓരോ ദിവസത്തെയും യാത്ര ജീവൻ പണയം വെച്ച് ഫുട് ഓവർ നിർമ്മാണം ആവശ്യം ശക്തമാകുന്നു. എന്നുവരും മെഡിക്കൽ കോളേജ് പരമ്പര തുടരുന്നു. ജന്മദേശം പത്രത്തിന്റെ 33ാം വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം 4-ന് സമ്മാനിക്കും. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.